തിരുവനന്തപുരത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കോടതി വിധി കാത്തിരിക്കുന്ന ദിവസം കൂടിയാണ്. നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാകും, തിരുവനന്തപുരം നഗരത്തിലുള്ള പേരൂർക്കടയിൽ ഒരു പൂക്കടയിലെ ജീവനക്കാരിയെ കൊലപ്പെടുത്തിയ സംഭവം, വിനീത എന്ന് പറയുന്ന യുവതിയെ കൊലപ്പെടുത്തിയ സംഭവം. അതിൽ വിധി ഇന്ന്. കന്യാകുമാരി തോവാള സ്വദേശി രാജേന്ദ്രനാണ് പ്രതി. 2022 ഫെബ്രുവരി 6 പട്ടാപ്പകൽ വിനീതയെ രാജേന്ദ്രൻ കുത്തിക്കൊലപ്പെടുത്തിയത്. തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. വിവരങ്ങളുമായി വിജിൻ തിരുവനന്തപുരത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം. കഴിഞ്ഞ ദിവസം ഇയാൾ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. അന്ന് കോടതി മുന്നോട്ട് വച്ച നിരീക്ഷണങ്ങൾ, ഒപ്പം തന്നെ ആ പ്രതി അന്ന് പറഞ്ഞ ചില കാര്യങ്ങളൊക്കെയുണ്ട്. ഞാൻ നിരപരാധിയാണ്, ഈ കോടതി ശിക്ഷ തന്നാലും മേൽക്കോടതിയിൽ നിന്ന് ഞാൻ ശിക്ഷ ഇളവ് വാങ്ങും എന്നൊക്കെയാണ് അയാൾ അന്ന് പറഞ്ഞിരുന്നത്. വിജിൻ, ഗുഡ് മോർണിംഗ്. നഗരം ഏറെ ഞെട്ടലോടെ കേട്ടൊരു സംഭവമായിരുന്നു വിനീത കൊലക്കേസ്. ഇന്നിപ്പോൾ അതിൽ ശിക്ഷാവിധി പറയാൻ വേണ്ടി പോവുകയാണല്ലേ കോടതി? തീർച്ചയായും 2022 ഒരു കോവിഡ് കാലത്താണ് പേരൂർക്കടയിലെ പൂക്കടയിലെ ജീവനക്കാരിയായിട്ടുള്ള വിനീതയെ ഈ രാജേന്ദ്രൻ എന്ന തമിഴ്നാട് തോവാള സ്വദേശി കുത്തിക്കൊലപ്പെടുത്തിയത്. ഇയാൾ നേരത്തെയും 3 കൊലപാതകം ചെയ്തതുമായി ബന്ധപ്പെട്ട കോടതി ശിക്ഷ വിധിക്കുകയും ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ഒക്കെ ചെയ്ത ആൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ വിശദമായ ഒരു വാദം ഒക്കെ പ്രോസിക്യൂഷൻ നിരത്തുകയും ഒപ്പം തന്നെ ഒരു സാക്ഷിയും ഈ കേസിൽ ഉണ്ടായിരുന്നില്ല. കാരണം കോവിഡ് ആയതുകൊണ്ട് തന്നെ അടച്ചിട്ടിരിക്കുന്ന കാലഘട്ടമായിരുന്നു. അതിനിടയിൽ ആരുമില്ലാത്ത സമയത്താണ് ഈ വിനീതയെ രാജേന്ദ്രൻ കൊലപ്പെടുത്തുന്നത്. ഈ കൊലപ്പെടുത്തുന്നതിന് കാരണമായി പോലീസിന് വ്യക്തമായത് അത് 4 പവനോളം വരുന്ന സ്വർണ്ണമാല വിനീതയുടെ കഴുത്തിലുണ്ടായിരുന്നു. അത് മോഷ്ടിക്കാനായിട്ടാണ് കൊലപാതകം നടത്തിയത് എന്നുള്ളതാണ് പോലീസിൻ്റെ കണ്ടെത്തൽ അന്ന് തന്നെ ഉണ്ടായിട്ടുള്ളത്. ഇയാൾ നേരത്തെ തമിഴ്നാട്ടിലെ കസ്റ്റംസ് ഉദ്യോഗസ്ഥനായ ഒരാളെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും 13 വയസ്സുകാരിയെ മകളെയും കൊലപ്പെടുത്തിയ കേസിലാണ് നേരത്തെ അറസ്റ്റിലാവുകയൊക്കെ ചെയ്തത്. അത്യാവശ്യം വിദ്യാസമ്പന്നനായിട്ടുള്ള ആൾ തന്നെയാണ് രാജേന്ദ്രൻ. അഭിഭാഷകനായി ഒക്കെ ജോലി നോക്കണം എന്നുള്ള കാര്യമൊക്കെ ഈ കോടതിയിൽ അയാൾ തന്നെ വ്യക്തമാക്കുന്ന സാഹചര്യം ഒക്കെയുണ്ട്. ട്രേഡ് മാർക്കറ്റിങ്ങിൽ പണം നിക്ഷേപിക്കുന്നതുമായി ബന്ധപ്പെട്ട് പണം കണ്ടെത്താനാണ് ഇത്തരത്തിൽ കൊലപാതകവും മോഷണവും ഒക്കെ നടത്തുന്നത് എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. എന്തായാലും അതിൻ്റെ വിശദാംശങ്ങൾ ഉൾപ്പെടെ കോടതി ഈ ഘട്ടത്തിൽ ആദ്യഘട്ടത്തിൽ കുറ്റക്കാരനാണെന്ന് ശിക്ഷ വിധിക്കുന്ന സമയത്ത് തന്നെ ആ കേസിൻ്റെ വിശദാംശങ്ങളും ഇയാളുടെ ജീവിത രീതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ ബോധിപ്പിക്കണം, കണ്ടെത്തി കോടതിയിൽ സമർപ്പിക്കണം എന്ന് വ്യക്തമാക്കിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് കഴിഞ്ഞ ദിവസം ഈ കേസ് പരിഗണിച്ച ഘട്ടത്തിൽ തന്നെ ആ വിവരങ്ങൾ ഉൾപ്പെടെ കോടതിയിൽ നൽകുകയും ചെയ്തു. അതിനുശേഷമാണ് ഇന്ന് 24-ാം തീയതി ശിക്ഷ വിധിക്കാനായി തീരുമാനിച്ചത്. നേരത്തെ തന്നെ പ്രതി കുറ്റക്കാരനാണ് എന്ന കാര്യം കോടതി കണ്ടെത്തുകയും ചെയ്തു. പ്രോസിക്യൂഷൻ വാദങ്ങൾ അംഗീകരിക്കുകയും ചെയ്തു. എന്തായാലും ഈ കേസിൽ പ്രധാനമായും കുറ്റം കണ്ടെത്തിയ സ്ഥിതിയിൽ ഏറ്റവും കർക്കശമായ നിലയിലുള്ള ശിക്ഷ തന്നെ വിധിക്കണം എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ്റെ ആവശ്യം ഉണ്ടായിരുന്നത്. എന്തായാലും ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം പോലീസിന് വളരെ നിർണായകമായ ചില അന്വേഷണങ്ങളൊക്കെ നടത്തേണ്ടിയിരുന്നു. കാരണം ഈ കേസിൽ ഒരു സാക്ഷി പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ശാസ്ത്രീയ തെളിവുകൾ, ഒപ്പം തന്നെ സാഹചര്യ തെളിവുകൾ, ഫോറൻസിക് തെളിവുകൾ ഉൾപ്പെടെയുള്ളവ ശേഖരിച്ചാണ് പോലീസ് ഇത്തരത്തിൽ പ്രതിയാണ്, രാജേന്ദ്രനാണ് പ്രതി എന്നുള്ള കാര്യം കണ്ടെത്തിയത്. ഒപ്പം തന്നെ ഇക്കാര്യത്തിൽ 96 പേരുടെ വിസ്താരവും പോലീസ് പൂർത്തിയാക്കുകയും ചെയ്തു. അതായത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു തെളിവും അവശേഷിക്കാത്ത, അതായത് സാക്ഷികൾ ഒന്നും ഇല്ലാത്ത ഒരു കേസിൽ അത് കണ്ടെത്തുക എന്നുള്ള സങ്കീർണമായ ഒരു നടപടികളായിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നത്. ആ ഘട്ടത്തിൽ 2022 ഫെബ്രുവരി 6 കൊലപാതകം നടന്നത്. കത്തി കൊണ്ട് കഴുത്തിൽ ഉൾപ്പെടെ കുത്തിയാണ് കൊലപാതകം നടത്തിയത് എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉൾപ്പെടെ വരികയും ചെയ്തത്. എന്തായാലും ഈ ഒരു നിഷ്ഠൂരമായ ഒരു കൊലപാതകം അന്ന് വലിയ ചർച്ചയാവുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു. കോവിഡ് കാലത്ത് കൂടി ആയതുകൊണ്ട് തന്നെ, അടച്ചിട്ട കാലത്ത് ഉണ്ടായിരുന്നൊരു കൊലപാതകം എന്നുള്ളൊരു പ്രത്യേകത ഉൾപ്പെടെ ഇതിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ തരത്തിൽ നാട് ചർച്ച ചെയ്ത ഒരു കൊലപാതകം തന്നെയാണ്. ഈ വിനീത എന്ന് പറയുന്നത് കരിപ്പൂർ സ്വദേശിയായിരുന്നു. ഇവർ ജോലി ആവശ്യത്തിനായി തിരുവനന്തപുരത്ത് എത്തുകയും ജോലി ചെയ്യുകയും ഒക്കെ ചെയ്ത ആളുകൂടിയാണ്. അതുകൊണ്ട് തന്നെ ഏത് തരത്തിലുള്ള ബന്ധമാണ് ഈ പ്രതിയിലേക്ക് എത്താനെന്ന് കണ്ടെത്താൻ പോലീസിന് സങ്കീർണമായ നിലയിലുള്ള അന്വേഷണമൊക്കെ നടത്തേണ്ടിയും വന്നു. എന്തായാലും ഏറ്റവും സുപ്രധാനമായ ഈ കേസിൽ പോലീസ് ആ പ്രതിയിലേക്ക് പെട്ടെന്ന് തന്നെ എത്തുകയും തുടർ നടപടികൾ ഒക്കെ സ്വീകരിക്കുകയും ശാസ്ത്രീയ തെളിവുകളും ഒപ്പം തന്നെ ഫോറൻസിക് സംഘത്തിൻ്റെ ഉൾപ്പെടെ പരിശോധനയിൽ ലഭിച്ച തെളിവുകളുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് പ്രതിയെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുന്നത്. എന്തായാലും നിലവിൽ മനു സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം പ്രതിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന ചോദ്യത്തിന് താൻ കുറ്റവാളിയല്ല, തനിക്ക് ഏതെങ്കിലും തരത്തിൽ ഈ കോടതി ശിക്ഷ വിധിച്ചാൽ മേൽക്കോടതിയിലെത്തി ആ ശിക്ഷ റദ്ദാക്കാൻ കഴിയും, താൻ കുറ്റവാളിയല്ലാത്തതുകൊണ്ട് തന്നെ
താൻ കുറ്റവാളിയല്ല എന്ന കോടതി വിധിക്കും എന്നുള്ള വലിയ തരത്തിലുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന സാഹചര്യം ഒക്കെ പ്രതി രാജേന്ദ്രനിൽ നിന്ന് ഉണ്ടാവുകയും ചെയ്തു. തൻ്റെ അമ്മ ഒറ്റയ്ക്കാണ് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതിയായതുകൊണ്ട് തന്നെ സഹോദരങ്ങൾ അമ്മയെ വിട്ട് മറ്റൊരു സ്ഥലത്തേക്കൊക്കെ പോയി. അതുകൊണ്ട് അമ്മയുടെ ചികിത്സയും അമ്മയുടെ ജീവിതവും ഒക്കെ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വെറുതെ വിടണം എന്നുള്ള ആവശ്യമാണ് കോടതിക്ക് മുമ്പിൽ വെച്ചത്. എന്തായാലും ഒരു തരത്തിലുള്ള കുറ്റബോധവും ഇല്ലാതെയാണ് കോടതിയിൽ പ്രതി പെരുമാറുകയും ചെയ്തത്. കൊലപാതകത്തിൽ ഉള്ള ശിക്ഷാവിധിയാണ് ഇന്ന് നടത്തുക. എന്തായാലും സെഷൻസ് കോടതി ആയതുകൊണ്ട് തന്നെ ഏത് രീതിയിലുള്ള ശിക്ഷാവിധിയാണ് ഉണ്ടാവുക, ഏറ്റവും കൂടുതൽ ഉള്ള വധശിക്ഷ ഉൾപ്പെടെയുള്ള ശിക്ഷാവിധികൾ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിലൊക്കെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. എന്തായാലും നിഷ്ഠൂരമായ കൊലപാതകത്തിൽ കഴിഞ്ഞ നടപടിക്രമങ്ങൾ ഒക്കെ പൂർത്തിയാക്കി ഏറ്റവും അവസാനം സാധാരണ കുറ്റക്കാരനെന്ന് വിധിച്ചാൽ തൊട്ടടുത്ത വിധി പ്രസ്താവമാണ് അടുത്ത ദിവസത്തേക്ക് കേസ് മാറ്റിയ ശേഷം നടത്താറ്. പക്ഷേ അതിനുശേഷം ഈ പോലീസിൻ്റെ റിപ്പോർട്ട് കൂടി പരിഗണിച്ച് കൂടുതൽ ഇയാളുടെ ജീവിത രീതിയും ഒപ്പം തന്നെ മുമ്പ് നടത്തിയ കൊലപാതകവും ഒക്കെ കൃത്യമായി വ്യക്തമാക്കാൻ ഉള്ള ഒരു സമയം കൂടി കോടതി എടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ ഏതൊക്കെ രീതിയിലുള്ള ശിക്ഷാവിധി ഉണ്ടാകും എന്നുള്ള കാര്യത്തിലാണ് ആകാംക്ഷ നിലനിൽക്കുന്നത്. എന്തായാലും നിഷ്ഠൂരമായ കൊലപാതകത്തിലെ ശിക്ഷാവിധി ഇന്നുണ്ടാകും. ശരി, നമുക്ക് എന്താണ് ശിക്ഷ വിധിക്കുക എന്ന് കാത്തിരിക്കാം. ഇന്ന് ആ ശിക്ഷാവിധി ഉണ്ടാകും. വിജയനാണ് ഈ വിവരങ്ങൾ നമുക്ക് നൽകിയത്.